ഇവിടെ പെട്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് ജിയോസ്ട്രോഫിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇതാണ് ഇക്വേറ്റർ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാണ് കൺസിഡർ ചെയ്തൊരു ഇക്വേറ്റർ റീജിയൻ. ഇവിടെ ഇപ്പോൾ ലോ പ്രഷർ ആയിരിക്കും ഇക്വേറ്റർ റീജിയനിൽ. കമ്പാരിറ്റീവ്ലി പോളാർ റീജിയനിൽ ഹൈ പ്രഷർ ആയിരിക്കും. കാരണം ലോ ടെമ്പറേച്ചറാണ്, ഹൈ പ്രഷർ ആയിരിക്കും. ഇക്വേറ്ററിൽ ഹൈ ടെമ്പറേച്ചറാണ്, ലോ പ്രഷറാണ്. അപ്പം നമ്മുടെ ഈ അപ്പർ ട്രോപ്പോസ്ഫിയറിക് വിൻഡ് അല്ലെങ്കിൽ അലോഫ് വിൻഡ് അത് നമ്മുടെ സർഫസ് വിൻഡുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്, ഒരു ബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഡ്രൈവ് ചെയ്യുന്നത് പ്രഷർ ഡിഫറൻസ് അല്ലെങ്കിൽ പ്രഷർ ഗ്രേഡിയൻ കണ്ടീഷൻ മാത്രമാണ്. അപ്പം നമ്മുടെ ഈ പോളിലുള്ള ഈ ഒരു വിൻഡ് ഈ ഇക്വേറ്റർ റീജിയനിലുള്ള ലോ പ്രഷറിലോട്ട് ഹൈ ആയിട്ട് റഷ് ചെയ്യും, ഭയങ്കര സ്പീഡ്. ഇവർക്കിടയിൽ ഒരു ബാരിയേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഹൈ സ്പീഡായിരിക്കും. കാരണം ഇവർക്കിടയിൽ ഇൻ്റർമീഡിയറി ആയിട്ട് ഒരു ടൈപ്പുള്ള ഫ്രിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ടൈപ്പുള്ള ഡിസ്റ്റർബൻസോ അവർക്ക് ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും മാക്സിമൽ സ്പീഡിലായിരിക്കും അവർ പോകുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കൊറിയോളിസ് ഫോഴ്സ് സ്പീഡ് കൂടുന്നതനുസരിച്ച് കൊറിയോളിസ് ഫോഴ്സ് കൂടും. അപ്പം ദ മോർ ദേ ഗോ ഹയർ സ്പീഡ് ദ മോർ വിൽ ബി കൊറിയോളിസ് ഫോഴ്സ്. കൊറിയോളിസ് ഫോഴ്സ് നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ റൈറ്റിലോട്ടും ആയിരിക്കും, സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ലെഫ്റ്റിലോട്ടും ആയിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ സ്പീഡിൽ പോകുമ്പോൾ നമ്മുടെ കൊറിയോളിസ് ഫോഴ്സ് അതിനനുസരിച്ച് നന്നായിട്ട് ഇങ്ങനെ ടിൽറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഐസോബാർ എന്ന് പറഞ്ഞാൽ ഈക്വൽ പ്രഷർ കണ്ടീഷനിലുള്ള സ്ഥലത്തുകൂടി സ്വാഭാവികമായിട്ടും കൊറിയോളിസ് ഫോഴ്സിന് 90 ഡിഗ്രിയിലോട്ടായിരിക്കും കൊറിയോളിസ് ഫോഴ്സ് നീങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊരു കട്ടൗത്ത് ഇവരിങ്ങനെ പോയിട്ട് ടിക്കെന്നും പറഞ്ഞ് ഇവർ ഈ ഒരു 90 ഡിഗ്രി കട്ട് ചെയ്ത് ഈ ഐസോബാറിലൂടെ ഇവരിങ്ങനെ സഞ്ചരിക്കും. ഐസോബാറിൻ്റെ ആ ഭാഗത്തൂടെ വിൻഡ് 90 ഡിഗ്രി ഒടിഞ്ഞ് ഐസോബാറിലൂടെ സഞ്ചരിക്കും. ആ ഒരു കണ്ടീഷനെ പറയുന്നതാണ് എന്താണ് ജിയോസ്ട്രോഫിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ ടൈപ്പ് പോകുന്ന വിൻഡിനെയാണ് ജിയോസ്ട്രോഫിക് വിൻഡ് എന്ന് പറയുന്നത്.